പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെ സ്വകാര്യ ക്ലിനിക്കിലെ പരിശോധനാ മുറിയിൽ വെച്ച് 4 സ്ത്രീകൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. 4 സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. നമുക്ക് ഫാർമസിയിലാണ് വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ 4 ആൾക്കാർ വന്ന് OP എടുത്തു. ഫീസ് 300 രൂപ ഫീസൊക്കെ അടിച്ചിട്ടാണ് അവർ ഡോക്ടറിൻ്റെ റൂമിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയ ശേഷമാണ് പോയിക്കണത് തന്നെ. ആ സമയത്ത് ഈ ചേച്ചിയും അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി ഡോർ ലോക്ക് ചെയ്തിട്ടാണ് ആദ്യം ഡോക്ടറെ ഇതാക്കിയതുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവർ തള്ളിയിട്ട് കുറേ നേരം തള്ളിയപ്പോഴാണ് അവർ തുറന്നത്. അതിനുശേഷം ഈ ചേച്ചി കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ അവർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ലോക്കായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവർ എന്നെ തള്ളി. അതിനുശേഷം ഈ ചേച്ചി പറഞ്ഞു, ഇത് ഇവിടുന്ന് പോയിക്കോ, ഞാൻ ഒന്നാമത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ്, 9 മാസം ആയിക്കണം. അപ്പോൾ ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനത്തിലൂടെ അവർ എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ തള്ളുകയും പിന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോയി. സീനിയർ ഡോക്ടർ സിനി ജലീലിനെയാണ് പെരിന്തൽമണ്ണ പഞ്ചമ സ്കൂളിനടുത്ത ക്ലിനിക്കിലെ പരിശോധനാ മുറിയിൽ വെച്ച് ആക്രമിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ നല്ല ഉപദ്രവിക്കുകയായിരുന്നു. മേഡത്തിന് നിലത്തേട്ട് മുടി പിടിച്ച് വലിക്കുകയും തല്ലൊക്കെ ആയിരുന്നു. 3 പേരും അല്ല ഒരാൾ പിടിച്ചു കൊടുക്കും, മുടി പിടിച്ച് വലിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് മാറ്റാൻ നോക്കിയപ്പോൾ അവരെന്നെ ഉപദ്രവിച്ചു. കോളറിങ്ങനെ പിടിച്ച് തള്ളി മാറ്റി. പിന്നെ അതുപോലെ ഞാൻ ഒച്ചയിട്ടപ്പോൾ വായ കുത്തി. പിന്നെയാണ് ഞാൻ അവിടെ തുറക്കാൻ തുടങ്ങിയപ്പോൾ അവർ ലോക്ക് ചെയ്തിരുന്നു. തുറക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ വേഗം ജനലിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. പടത ധരിച്ച 4 പേരാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. സാരമായി പരിക്കേറ്റ ഡോക്ടർ സിനിയെ മൌലാന ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിൽ ഡോക്ടറുടെ സഹായികളായി ക്ലിനിക്കിലുണ്ടായിരുന്ന അജിത, അശ്വതി എന്നിവർക്കും പരിക്കേറ്റതായി IMA പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ KP ഷറഫുദ്ദീൻ പറഞ്ഞു. അതായത് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെയധികം ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇത്തരം ആക്രമണങ്ങൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. അശ്വതി ഗർഭിണിയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും ദിവസം മുൻപ് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.